ഓം നമോ ഭഗവതേ വാസുദേവായ. നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 1024th day. Today 32nd sloka of Pradhamaskandam 13th chapter. For details please see the description box. ഗീതാസ് ഭക്തിഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 1024 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 13ാമത്തെ അധ്യായത്തിലെ 32ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 13ാമത്തെ അധ്യായത്തിലെ 32ാമത്തെ ശ്ലോകം. അംബാജഹതപുത്രാത്ത പിതൃവ്യഗതസുഹൃത് അഭിമയ്യകൃതപ്രജ്ഞേ ഹതബന്ധു സഭാര്യയാ. ഓം ആശംസമാനശമലം ഗംഗായാം ദുഃഖിതോപദത്. ഓം തത്സത്. അംബാജഹതപുത്രാത്ത പിതൃവ്യഗതസുഹൃത് അഭിമയ്യകൃതപ്രജ്ഞേ ഹതബന്ധു സഭാര്യയാ. ആശംസമാനശമലം ഗംഗായാം ദുഃഖിതോപദത്. ഓം തത്സത്. പദം പിരിക്കേണ്ടത് അംബ ച ഹത പുത്ര ആർത്ത പിതൃവ്യ ഗത സുഹൃത് അഭി മയി കൃത അകൃതപ്രജ്ഞ അഭിമയി അകൃതപ്രജ്ഞ ഹതബന്ധു സ ഭാര്യയ. ആശംസമാന ശമലം ഗംഗായാം ദുഃഖിതോ അബദത്. അങ്ങനെയാണ് വരുന്നത്. ദുഃഖിതോ അബദത്. അതായത് ഹതപുത്ര ഹനിക്കപ്പെട്ട പുത്രന്മാരെ ഓർത്ത്. ഹതപുത്രാർത്ത ഹനിക്കപ്പെട്ട പുത്രന്മാരെ ഓർത്ത് ദുഃഖിക്കുന്ന. അംബ ച അമ്മയും. സുഹൃത് പിതൃവ്യ ഇഷ്ടനായ. സുഹൃത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന സുഹൃത്തല്ല, ഇവിടെ ഇഷ്ടമായ ഇഷ്ടപ്പെട്ട തനിക്ക് വളരെ ഇഷ്ടമുള്ള എന്നുള്ള അർത്ഥത്തിലാണ്. ഇഷ്ടനായ വലിയച്ഛനും. ഗത എവിടെ പോയി. ഹതബന്ധു ഹനിക്കപ്പെട്ട ബന്ധുക്കളോട് കൂടിയ. സ ഭാര്യയ അദ്ദേഹം ഭാര്യയോടുകൂടെ. അകൃതപ്രജ്ഞേ മയി ബുദ്ധി സംസ്കാരം സിദ്ധിച്ചിട്ടില്ലാത്ത എന്നിൽ. തന്നെ താഴ്ത്തി പറയുകയാണ്. എന്നിൽ ശമലം കളങ്കത്തെ. ആശംസമാന വിചാരിക്കുന്നവനായിട്ട്. ദുഃഖിക്കുന്നവനായിട്ട്. ഗംഗായാം അബദത് ഗംഗയിൽ വീണുവോ. അതായത് പുത്രന്മാരുടെ മരണനിമിത്തവും ദുഃഖിതമായ അമ്മയും ഞങ്ങളിൽ സ്നേഹമുള്ള വലിയച്ഛനും എവിടെ പോയി. ബന്ധുക്കൾ ആരുമില്ലെന്ന വിചാരത്തിൽ ബന്ധുക്കളെല്ലാം ഹനിക്കപ്പെട്ടു യുദ്ധത്തിൽ. ഭാര്യാസഹിതനായിട്ട് മന്ദബുദ്ധിയായ എനിക്ക് അവരെ വേണ്ടവിധം രക്ഷിക്കാൻ സാധിക്കാൻ അവരെ വേണ്ടവിധം നോക്കിയില്ല എന്ന് കരുതിയിട്ട് അവർ ഗംഗയിൽ വീണ് ആത്മഹത്യ ചെയ്യുവാൻ ഇടവന്നുവോ എന്നുള്ള ഒരു ദോഷത്തെയും ഉണ്ടാക്കാൻ വേണ്ടി ഗംഗയിൽ വീണ് മരിച്ചിരിക്കുമോ. അവിടെ തൻ്റെ രാജധാനിയിൽ അവരെ സന്ദർശിക്കാൻ പോയപ്പോൾ അവരെ കാണാതെ ധർമ്മപുത്രർ വിഷമിച്ചുകൊണ്ട് സഞ്ജയനോട് ചോദിക്കുന്ന ചോദ്യമാണ് പറയുന്നതാണ് നാം പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അച്ഛനും അമ്മയും എല്ലാം എവിടെ പോയി, അച്ഛന്മാരും അമ്മയും എവിടെ പോയി എന്ന് ചോദിച്ച് പിന്നീട് ചോദിക്കുകയാണ്. മരിച്ചുപോയ കുട്ടികളെയൊക്കെ ഓർത്ത് ദുഃഖിക്കുന്ന ബന്ധുക്കളൊക്കെ മരിച്ചുപോയി എന്ന് കരുതുന്ന അവർ ഞാൻ വേണ്ടവിധം നോക്കാത്തത് കൊണ്ട് ഗംഗയിൽ പോയി വീണ് മരിച്ച് ആത്മഹത്യ ചെയ്തിട്ട് എനിക്ക് ആ ഒരു പഴിയും
ബന്ധുക്കളെ കൊന്ന പഴിയല്ലാതെ ഇപ്രകാരം ഒരു പഴിയും ഉണ്ടാക്കുവാനായിട്ട് അവർ ഗംഗയിൽ വീണ് മരിച്ചു കാണുമോ എന്ന് ചോദിക്കുകയാണ്. ഗംഗയിൽ വീണിരിക്കുമോ, ഗംഗയിൽ പോയി എന്നെ അറിയിക്കാതെ പോയി ഗംഗയിൽ വീണ് ആത്മഹത്യ ചെയ്തിരിക്കുമോ എന്ന് സംശയം ചോദിക്കുകയാണ് ദുഃഖം കൊണ്ട് സഹിക്കാൻ വയ്യാത്ത ധർമ്മപുത്രർക്ക് വളരെയേറെ സ്നേഹവും എത്രയും പരമാവധി നന്നായി അവരെ ശുശ്രൂഷിക്കണമെന്നുമുണ്ട്. എന്നാൽ താൻ ചെയ്തതിൽ എന്തെങ്കിലും പിഴ കണ്ടിട്ട് അവർ അപ്രകാരം ചെയ്തിരിക്കുമോ എന്ന് സഞ്ജയനോട് ചോദിക്കുകയാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. അംബാജഹതപുത്രാർത്ത പിതൃവ്യക്വഗതസുഹൃത് അഭിമന്യകൃതപ്രജ്ഞേ ഹതബന്ധുസ്സഭാര്യയാ ആശംസമാനശമലം. അത് എന്നിൽ പഴി കാണിക്കാനായിട്ട് ഉള്ള അർത്ഥത്തിൽ. ഗംഗായാം ദുഃഖത്തോടു കൂടി ഗംഗയിൽ വീണ് കാണുമോ എൻ്റെ മേലെ പഴി ചുമത്താനായിട്ട് എന്ന് പറയുകയാണ്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലോകം ഭഗവാന്റെ തൃക്കാൽക്ക് സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.